യേശുവെ സ്തുതി, യേശുവെ നന്ദി, യേശുവെ ആരാധന. എൻ്റെ പേര് മിറ്റി. ഞാൻ എറണാകുളം ജില്ലയിലെ പിറവത്തുനിന്ന് വരുന്നു. 2023 ജൂൺ 28 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. 2023 ഒക്ടോബർ 31 ഞാൻ അയർലൻഡിലേക്ക് പോയത്. അതിനു മുമ്പ് ഞാൻ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞതാണ്. അയർലൻഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. എൻ്റെ പ്രോസസ്സിംഗ് ഒന്നും മുമ്പോട്ട് പോകുന്നില്ലായിരുന്നു. അതിനുശേഷം വിസ പ്രോസസ്സിങ് വരെ എത്തി നിന്നപ്പോഴായിരുന്നു എൻ്റെ എംപ്ലോയർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞത്, നിങ്ങളുടെ കോൺട്രാക്റ്റ് ഓഫറിങ് ക്യാൻസൽ ചെയ്യുവാണ്, അവിടെ ഓവർ സ്റ്റാഫിങ് ആയതുകൊണ്ട് ഇപ്പോൾ സ്റ്റാഫിനെ എടുക്കുന്നില്ലെന്ന് അവർ പറഞ്ഞു. വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഏജൻസി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് അയർലൻഡിലേക്ക് പോകാം, നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാമും അറ്റൻഡ് ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് ജോലി വേറെ നോക്കേണ്ടി വരുമെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പുതിയൊരു രാജ്യം, അവിടെ എങ്ങനെ പുതിയ ജോലി കണ്ടുപിടിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഏജൻസീനെ ട്രസ്റ്റ് ചെയ്ത് ഞങ്ങൾ അയർലൻഡിലേക്ക് പോയി. ചെന്ന് 3-ാമത്തെ ദിവസം ഞങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാം ആയിരുന്നു. എക്സാമിൻ്റെ ടെൻഷൻ, അവരുടെ ലാംഗ്വേജ് മനസ്സിലാവുമോ എന്നറിയത്തില്ല, എല്ലാം കൊണ്ടും ഫുള്ള് ഡൗൺ ആയിരുന്നു. എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി. എക്സാം സെൻറ്ററിന് മുമ്പിൽ ഞാൻ ഉപ്പ് വിതറി. അതുപോലെ തന്നെ എൻ്റെ കാശ് രൂപത്തിൽ പിടിച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ തൈലം ഞാൻ ഉപയോഗിച്ചു. ഓരോ സ്റ്റേഷനിലൂടെയും കടന്നു പോകുമ്പോഴും എനിക്ക് ഭയങ്കര ടഫായിരുന്നു. മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ടഫായിട്ടുള്ളതൊന്നും നോക്കണ്ട, മുമ്പോട്ട് പൊയ്ക്കോളൂ, ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ തന്നുകൊണ്ടിരുന്നു. എല്ലാ സ്റ്റേഷനും ഞാൻ കടന്നുപോയി. അതിൽ 15 സ്റ്റേഷനുണ്ടെങ്കിൽ 10 സ്റ്റേഷനും എനിക്ക് പാടായിരുന്നു. പക്ഷെ ഞാൻ പുറകിലേക്ക് ഒന്നും ഞാൻ ചിന്തിച്ചുകൊണ്ട് നിന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ളൊരു വിചാരത്തിൽ മുമ്പോട്ട് പോയി. 3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരും. ആ 3 ദിവസവും ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തി ഞാൻ കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു. മാതാവ്, എനിക്കറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എക്സാം പാസ്സായില്ലെങ്കിൽ പിന്നെയും ലാഗാവും, ജോലി കണ്ടുപിടിക്കണം, എന്താണെന്നൊന്നും അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവ് ആ 3 ദിവസം ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം എനിക്ക് തന്നു. റിസൾട്ട് വന്നപ്പോൾ ഞാൻ 10 സ്റ്റേഷൻ പോകുമെന്ന് വിചാരിച്ച് ആ മാതാവ് എന്നെ എല്ലാ സ്റ്റേഷനും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എന്നെ ക്ലിയർ ചെയ്തു. അതെൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. പിന്നീട് എക്സാം ക്ലിയർ ആയത് കഴിഞ്ഞപ്പോൾ ഏജൻസി ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നമുക്ക് ജോലി നോക്കാം, അതിന് മുമ്പ് രജിസ്ട്രേഷൻ പിന്നിന് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലാവർക്കും പിൻ അപ്ലൈ ചെയ്തു. ആദ്യത്തെ ഒരു ക്വാറീസും ഉണ്ടാവുകൊണ്ട് അവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ പിന്ന് കിട്ടി. പക്ഷേ എനിക്ക് അവിടെയും മുഴുവൻ ബുദ്ധിമുട്ടുകളായിരുന്നു. പിന്നീടും എനിക്ക് ക്വാറീസ് വന്നു. ഞാൻ ഓരോ മെയിലിലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് മാതാവിൻ്റെ കാശ് രൂപ എൻ്റെ സ്ക്രീനിൽ ഞാൻ കുരിശ് വരച്ചായിരുന്നു ഞാൻ എല്ലാ റിപ്ലൈയും കൊടുത്തുകൊണ്ടിരുന്നത്. 3-ാമത്തേൽ എനിക്ക് ആ ക്വാറീസ് ക്ലിയർ ചെയ്ത് എനിക്ക് എൻ്റെ രജിസ്ട്രേഷൻ പിന്ന് കിട്ടി. പിറ്റേന്ന് തന്നെ എൻ്റെ ആ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞ എംപ്ലോയർ ഞങ്ങൾ 19 പേര് പോയിൽ എന്നെയും എൻ്റെ ഒരു ഫ്രണ്ടിനെയും മാത്രം മെയിൽ അയച്ച് കോൺടാക്ട് ചെയ്തു. നിങ്ങൾക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, സെയിം പ്ലേസിലേക്ക്, സെയിം കോൺട്രാക്റ്റ്, സെയിം ഓഫർ, അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. പിറ്റേന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അയർലൻഡിൽ ഐറിഷ് പീപ്പിൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ട സ്ഥാനത്ത് അവിടുത്തെ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ഞങ്ങളുടെ ഒരു മലയാളിയായിരുന്നു. അവരാണ് എനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്തത്. അവരുടെ ലാംഗ്വേജ് മനസ്സിലാവുമെന്ന് പേടിച്ചുകൊണ്ടിരുന്ന എനിക്ക് മാതാവ് നമ്മുടെ സ്ലാങ്ങിലുള്ള ഒരു ഇംഗ്ലീഷുകാരനെ തന്നെ കിട്ടി. അവരുടെ എല്ലാം എനിക്ക് മനസ്സിലായി. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തു. എനിക്ക് അതേ സെയിം കോൺട്രാക്റ്റ്, സെയിം ഓഫറിൽ തന്നെ എനിക്കവിടെ മാതാവ് എനിക്കവിടെ ജോലി കണ്ടുപിടിച്ച് തന്നു. പിന്നീട് എനിക്ക് അക്കോമഡേഷൻ, അതും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ മാതാവ് എനിക്ക് വെറും 7 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ള ഒരു അക്കോമഡേഷൻ എനിക്ക് അറേഞ്ച് ചെയ്തു തന്നു. എനിക്ക് എത്ര ഇരുട്ടാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എനിക്ക് നടന്നു പോകാൻ ഡിസ്റ്റൻസിലുള്ള ഒരു അക്കോമഡേഷൻ മാതാവ് എനിക്ക് അറേഞ്ച് ചെയ്തു തന്നു. അതിൽ ഞാൻ ഒരുപാട് മാതാവിനോട് കടപ്പെട്ടിരിക്കുന്നു. അത് ഞാൻ അക്കോമഡേഷൻ ചേഞ്ച് ചെയ്ത വീട്ടിൽ ചേച്ചിയും അതും മാതാവിൻ്റെ ഒരു വലിയ ഭക്തയാണ്. അവർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അവരൊക്കെ വന്ന സമയത്ത് 2 മണിക്കൂർ ട്രാവൽ ചെയ്താണ് അവർ ജോലി സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. മാതാവായിട്ട് എനിക്ക് അറേഞ്ച് ചെയ്തിരുന്ന ആ അക്കോമഡേഷൻ വേറെ ആരും തുണയില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ മാതാവ് എനിക്ക് അത്രയും അടുത്ത് തന്നെ വേറെ ഒരു അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തു തന്നതാണ്. മാതാവിൽ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് എൻ്റെ 2-ാമത്തെ സാക്ഷ്യം. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഉടമ്പടി തൈലം, ഉപ്പ്, തേൻ എന്നിവ അത് ഉപയോഗപ്പെട്ടവർക്ക് ഞാൻ കൊടുത്തു. എൻ്റെ അടുത്ത് സങ്കടപ്പെട്ട് വരുന്നവർക്ക് ഞാൻ അത് കൊടുത്താണ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മാതാവിൻ്റെ കൃപാസന പത്രം അത് ഞാൻ അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു.
പിന്നെ ഓൾഡ് ഏജ് ഹോം ഞാൻ വിസിറ്റ് ചെയ്യും. അവർക്കുള്ള ഡ്രസ്സ്, ഒരു നേരത്തെ ആഹാരം ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാൻ അവർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഓൺലൈനിലൂടെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, സഹായനിധി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പറ്റുന്ന രീതിയിൽ ഞാൻ അവർക്കും എൻ്റേതായിട്ടുള്ള രീതിയിൽ സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. പിന്നെ ആത്മീയമായിട്ടുള്ള ജീവിതം, ഞാൻ കുടുംബ പ്രാർത്ഥന, പിന്നീട് ബൈബിൾ വായന, അതെല്ലാം ഭയങ്കര കുറവായിരുന്നു. എല്ലാം കൊണ്ട് മാതാവ് എന്നെ പൂർണ്ണമായി വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു.